ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സോഷ്യൽ സയൻസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആദ്യ പാഠം പീലിയുടെ ഗ്രാമം. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ഹമാരി മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിനു കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 3ാം സ്ഥാനം കേരളം. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ഝാർഖണ്ഡ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം നാണുപിള്ള 1961-ൽ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പൻ. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം അത്തച്ചമയം. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരം മേടമാസത്തിലെ പൂരം നാളിൽ. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ 1895-ൽ ആരംഭിച്ചു. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം 2ാം വിളയിറക്കുന്നതിനുമായി ഉഴുതുമറിച്ച വയലിൽ കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. പീലിയുടെ ഗ്രാമം ഒരു ചെറിയ പാഠഭാഗമാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് 2ാമത്തെ ചാപ്റ്റർ നോക്കാം. ഭക്ഷണവും മനുഷ്യരും. ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയായിരുന്നു ആദിമകാലത്ത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ഭക്ഷണം. ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദനത്തിലെ പ്രത്യേകതകൾ. മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ഭക്ഷണം ശേഖരിച്ചിരുന്നു. മത്സ്യം ഭക്ഷിച്ചിരുന്നു. പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നേടിയിരുന്ന ആദിമ മനുഷ്യൻ പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തി. ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം നായ. ഭക്ഷണാവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളാണ് ചെമ്മരിയാടും ആടും. പാറയിൽ മരം ഉരച്ചുകൊണ്ട്, അതായത് കല്ലുകൾ കൂട്ടിമുട്ടിച്ച് കൊണ്ടാണ് ആദ്യം മനുഷ്യൻ തീയുണ്ടാക്കിയിരുന്നത്. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഗോതമ്പ്, ചാമ, ബാർലി, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. മനുഷ്യൻ്റെ ആദ്യകാല കാർഷികോൽപ്പന്നങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945 ഒക്ടോബർ 16. 1979-ലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ 20ാമത് ജനറൽ കോൺഫറൻസിലാണ് ലോക ഭക്ഷ്യദിനം പ്രഖ്യാപിച്ചത്. ലോക ഭക്ഷ്യദിനം ആദ്യമായി ആചരിച്ചത് 1981. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യർ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അതിനാൽ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിരവാസമാക്കിയതുകൊണ്ടുള്ള നേട്ടങ്ങൾ. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ദൈനംദിന ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി ഭക്ഷണവസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര ഏത് നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. നഗരങ്ങളുടെ രൂപീകരണത്തിന് സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട്. സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഇന്ത്യയുമായി വ്യാപാരബന്ധമുണ്ടായിരുന്ന വിദേശികൾ
റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ: കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം പേരയ്ക്ക. അടുത്തത് വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. 1497 ലിസ്ബണിൽ നിന്നും പുറപ്പെട്ട് വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ I ഡോം മാനുവൽ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൽഹോബ്. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ ലഭിച്ചത്. അടുത്തോടെ ഒരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. കാർഷിക വിളകൾ, ശാസ്ത്രീയ നാമം, ജന്മദേശം, ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ. പേരയ്ക്ക, സൈഡിയം ഗുജാവ, മെക്സിക്കോ, പോർച്ചുഗീസുകാർ. പപ്പായ, കരിക്ക പപ്പായ, മെക്സിക്കോ, പോർച്ചുഗീസുകാർ. കൈതച്ചക്ക, ശാസ്ത്രീയ നാമം അനനാസ് കോമോസസ്, ജന്മദേശം ബ്രസീൽ, ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാർ. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി, അനാകാർഡിയം ഓക്സിഡൻ്റൽ, ജന്മദേശം ബ്രസീൽ. മരച്ചീനി, മാനിഹോട്ട് യൂട്ടിലിസിമ, അമേരിക്കയാണ്. ഉരുളക്കിഴങ്ങ്, സൊളാനം ട്യൂബറോസം, ജന്മദേശം പെറു. അടുത്തത് മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി, എറണാകുളം. 2017 കേരള ഗവൺമെൻറ് 100-ാം വാർഷികം ആഘോഷിച്ച സാമൂഹ്യ മുന്നേറ്റം മിശ്രഭോജനം. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹ്യ അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതിവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ തൈക്കാടയ്യ. സമപന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ഇനി നമുക്ക് സഹോദരൻ അയ്യപ്പൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം. 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമ കാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ലോകത്ത് ദാരിദ്ര്യമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ: യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള മിഷൻ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി കോട്ടക്കുന്നിൽ വെച്ചിട്ട്, മലപ്പുറത്ത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലയിൽ വന്നത് 2013 സെപ്റ്റംബർ 12. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. ഇവിടെ കുറച്ച് അന്താരാഷ്ട്ര വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 2004 നെല്ല് വർഷം, 2008 ഉരുളക്കിഴങ്ങ് വർഷം, 2009 പ്രകൃതിദത്ത നാരു വർഷം, 2010 ജൈവ വൈവിധ്യ വർഷം, 2011 വനവർഷം, 2014 കുടുംബ കൃഷി വർഷം, 2015 മണ്ണ് വർഷം, 2016 പയറുവർഷം, 2020 സസ്യാരോഗ്യ വർഷം, 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം, 2022 കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം, 2023 ചെറുധാന്യ വർഷം. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകൾ ചെറുധാന്യങ്ങൾ: ജോവർ അതായത് മണിച്ചോളം, റാഗി, ബാർലി, വരക്, ബജ്ര, തിന. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ഗാദർ വാലി. ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ ലഹരി ബായ്.